ഈ വേദിയിലേക്ക് കടന്നു വരുന്നത് പത്തനംതിട്ടയിൽ നിന്നെത്തിയ സുജി എലിസബത്ത് മാത്യു. സുജി. ഞാൻ സുജി എലിസബത്ത് മാത്യു, പത്തനംതിട്ട ജില്ലയിൽ ഇലന്തൂരിൽ നിന്ന് വരുന്നു. BEd പൂർത്തിയാക്കി ഇപ്പോൾ നെറ്റിനു വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നു. അറിവിൻ്റെ വിജ്ഞാനമായ അശ്വമേധത്തിൽ ഗ്രാൻഡ് മാസ്റ്ററോടൊപ്പം പങ്കെടുക്കുക എന്ന് പറയുന്നത് എൻ്റെ ഒരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. സുജി, പ്ലീസ് വാക്ക്. നമസ്കാരം. സുജി എന്ത് ചെയ്യുന്നു? ഞാൻ BEd കഴിഞ്ഞു, നെറ്റിൻ്റെ കോച്ചിങ് പ്രാക്ടീസ് ചെയ്യുന്നു. അധ്യാപികയാകാനുള്ള പരിശീലനത്തിലാണ്. അതെ. തയ്യാറെടുപ്പുകളൊക്കെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ഞാൻ ചോദിച്ചത് അശ്വമേധത്തിൽ മത്സരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ. സാറിനോടൊപ്പം തന്നെ ഈ സീറ്റിൽ ഇരിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. അപ്പോൾ എത്രത്തോളം വരുമെന്നറിയില്ല. ധീരമായി മുന്നോട്ട് പോകും. ഈ സീറ്റിൽ ഇരിക്കുന്നതിന് മുൻപ് ഒരു ചെറിയൊരു ചടങ്ങുണ്ട്, യാഗം പൂർത്തിയാക്കുക എന്ന ഹ്രസ്വമായ ചടങ്ങ്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. യാഗഭൂമിയിലേക്ക് സുജിക്ക് പ്രവേശിക്കും. സുജിയും ഒരുമിച്ച് നമുക്ക് പ്രവേശിക്കാം അറിവിന്റെ അനന്തയാത്രയിൽ. യാഗം. യാഗം. അശ്വമേധത്തിലെ ആദ്യ ചുവടായ യാഗത്തിൽ മത്സരാർത്ഥി അഭിമുഖീകരിക്കേണ്ടത് 3 റൗണ്ടുകളാണ്. ആദ്യ ബൗളിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ ശരിയോ തെറ്റോ എന്ന ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് 1000 രൂപ ലഭിക്കും. ശരിയുത്തരം പറഞ്ഞ മത്സരാർത്ഥി രണ്ടാമത്തെ ബൗളിലേക്ക് നീങ്ങും. ഗ്രാൻഡ് മാസ്റ്ററുടെ ചോദ്യത്തോടൊപ്പമുള്ള 2 സൂചനകളിൽ നിന്നും ശരിയുത്തരം പറഞ്ഞാൽ ലഭിക്കുന്നത് 2500 രൂപയാണ്. മൂന്നാമത്തെ ബൗളിൽ ചടങ്ങുകൾ ആദ്യത്തെ റൗണ്ട് പോലെ തന്നെ, പക്ഷേ ഉത്തരത്തിനായുള്ള ഗ്രാൻഡ് മാസ്റ്ററുടെ സൂചന 3 മാറും. ഇവിടെ ജയിച്ചാൽ ലഭിക്കുന്നത് 5000 രൂപയാണ്. 4ാം റൗണ്ടിൽ ഒരു ദൃശ്യത്തെ ആസ്പദമാക്കിയുള്ള ചോദ്യത്തിന്റെ ശരിയുത്തരത്തിന് ലഭിക്കുന്നത് 10000 രൂപയാണ്. ഈ മേഖലയിൽ 10000ന് മുൻപേ പരാജയപ്പെട്ടാൽ 1000 രൂപ മാത്രമേ ലഭിക്കൂ. ജയിച്ചാൽ മത്സരം തുടരാം, അല്ലെങ്കിൽ 10000 രൂപയുമായി പിൻവാങ്ങാം. സുജി, വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. യാഗത്തിലെ ആദ്യ ബൗൾ, വിജ്ഞാനഗോളത്തിലെ ആദ്യത്തെ കടമ്പ. പ്ലീസ്. പറയൂ സുജി, എന്താണ് വിഷയം? ആദ്യമായി. നല്ല വിഷയമാണ്. ശരി, ഞാൻ പറയുന്ന വാചകം ശരിയോ തെറ്റോ എന്ന് മാത്രം പറയാം. റെഡി? യെസ് സർ. ആദ്യമായി ബഹിരാകാശത്തെത്തിയ വനിത വാലന്റീന തെരഷ്കോവയാണ്. ശരിയോ തെറ്റോ? ശരിയാണ്. വാലന്റീന തെരഷ്കോവയാണ് ആദ്യമായി ബഹിരാകാശത്തെത്തിയത്. അതിന് ശേഷമാണ് സോയ സ്വെറ്റ്ലാനയും മറ്റും ബഹിരാകാശ യാത്ര നടത്തിയത്. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. താങ്ക് യു സർ. റിയൽറ്റേഴ്സ് നൽകുന്ന 1000 രൂപ സ്വന്തമാക്കി സുജിക്ക് 2ാം വിജ്ഞാനഗോളത്തിലേക്ക് യാത്ര ചെയ്യും. ശരി, കഥാപാത്രങ്ങൾ. ആഹാ, എന്ത് മനോഹരമായ വിഷയം. ഏത് കഥാപാത്രമാണ് ബേക്കർ തെരുവിൽ ജീവിച്ചിരുന്നത്? ചോയ്സ് എ മാൻഡ്രേക്ക്, ചോയ്സ് ബി ഷെർലക് ഹോംസ്. ഷെർലക് ഹോംസ് ബേക്കർ തെരുവിലെ മരകോവണി കയറി ചെല്ലുന്ന വീട്ടിൽ, കെട്ടിടത്തിൽ സുഹൃത്തായ ഡോക്ടർ വാട്സണോടൊപ്പം ഷെർലക് ഹോംസ് ഉണ്ടായിരുന്നു. ഫിഡിൽ വായിച്ചും കുറ്റാന്വേഷണത്തിൽ മനസ്സ് മുഴുകി, അല്ലേ? അതെ അതെ. കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. റിയൽറ്റേഴ്സ് നൽകുന്ന 2500 രൂപ. 3ാം വിജ്ഞാനഗോളം. ജീവശാസ്ത്രം. എന്താ വിഷയം? മാത്സ് ആണ്. ജീവശാസ്ത്രത്തിനും കണക്കുണ്ട്, അല്ലേ? എന്നാൽ ഇങ്ങനെ ആയിക്കോട്ടെ. മനുഷ്യനിൽ എത്ര ക്രോമോസോമുകളാണ് ഉള്ളത്?
40, 46, 52. 46. 46. 46 chromosomes, 23 pairs. അതെ. അല്ലേ? ശരിയായ ഉത്തരം മെർ റിയൽറ്റേഴ്സിന്റെ 5000 രൂപ സ്വന്തം. ഇനി നമുക്കൊരു കാഴ്ച കാണാം. റെഡി? വളരെയധികം വാർത്താ പ്രാധാന്യമുണ്ട് ഈ ചിത്രത്തിൽ കാണുന്ന ഇടത്ത്. കേരളത്തിൽ നിന്ന് വളരെ അടുത്താണ്. കൂടംകുളം. ഇതാണ് കൂടംകുളം. കൂടംകുളം. കൂടംകുളം ആണവ വൈദ്യുത നിലയം. അതെ. പെർഫെക്റ്റ്ലി കറക്റ്റ്. സുജി എലിസബത്ത് മാത്യു പറഞ്ഞ ഉത്തരം 100% ശരിയാണ്. മെർ റിയൽറ്റേഴ്സിന്റെ 10000 രൂപ സുജിക്ക്. ഉറച്ച ചിന്തയും വേഗമേറിയ ഉത്തരങ്ങൾ. സുജി യാഗം വിജയകരമായി പൂർത്തിയാക്കി. തീർച്ചയായും ധീരമായി മുന്നേറും സുജി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സുജിയുടെ തീരുമാനം ധീരതയുടേതാണോ ഭീരുത്വത്തിൻ്റെ?